ചന്ദനം ഒരു പ്രണയകഥ ഭാഗം 17. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. രാകേഷിൻ്റെ അച്ഛനും അമ്മയും ഒരു ബന്ധുവിൻ്റെ വിവാഹം കഴിഞ്ഞ് ഗുരുവായൂരിൽ നിന്ന് തിരികെ നാട്ടിലെത്തിയപ്പോഴാണ് സ്വാതിയുടെ കല്യാണക്കാര്യം അവർ അറിയുന്നത്. അയാൾ നേരെ സുധാകരനെ കാണാൻ വന്നു. അതെ അളിയോ, എന്ത് തീരുമാനിച്ചു? അയാൾ സുധാകരനോട് ചോദിച്ചു. എന്ത് തീരുമാനിക്കാൻ, കാര്യങ്ങൾ കൈവിട്ടുപോയി, സുധാകരൻ മറുപടി പറഞ്ഞു. നിങ്ങൾ നാട്ടുകാരുടെ മുൻപിൽ നാറിയതൊന്നും എനിക്കോ രാകേഷിനോ ഒരു പ്രശ്നമല്ല. മറ്റേ ചെറുക്കൻ എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ വേണ്ട, ആ മുള്ളിനെ എടുത്തു നീക്കാൻ എനിക്കറിയാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ കെട്ട് നടത്തണം. രാകേഷ് അവളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. അത് നടക്കില്ല അളിയോ, അവൾ ഗർഭിണിയാണ്. സ്റ്റേഷനിൽ വെച്ചാണ് ഞങ്ങൾ അറിയുന്നത്. എന്ത് നല്ല തന്തയും തള്ളയും, മോൾക്ക് വയറ്റിലുണ്ടായത് അറിഞ്ഞില്ല പോലും. അത് പോട്ടെ, തുടക്കമല്ലേ, അത് വേണ്ടാന്ന് വയ്ക്കാൻ എളുപ്പമല്ലേ. അതുകൊണ്ട് അളിയൻ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അളിയോ, അത് നടക്കില്ല. അവൾക്ക് മനോജിനെ മതിയെന്നാണ് പറയുന്നത്. ഇന്നേ വരെ ഞാൻ അവളുടെ ഒരു ഇഷ്ടത്തിനും എതിര് നിന്നിട്ടില്ല. ഇതും ഞാൻ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. പിന്നെ ഇത്തിരി തരികിടയാണെങ്കിലും വിദ്യാഭ്യാസമുണ്ട്. ബിസിനസ്സൊക്കെ ഒന്ന് കൂടെ നിർത്തി പഠിപ്പിച്ചു കൊടുക്കാം. ഭാവിയിലെല്ലാം അവനെ ഏൽപ്പിക്കാം. ഓഹോ, അപ്പോൾ അതാണോ സുധാകരൻ അളിയൻ്റെ തീരുമാനം? എന്നാൽ പിന്നെ എൻ്റെ ഷെയർ എനിക്ക് തന്നേക്ക്. ബാക്കി അളിയൻ എന്ത് വേണോ ചെയ്തോ. എന്ത്, തൻ്റെ പങ്കോ? എൻ്റെ പെങ്ങളും കുട്ടിയും നന്നായിരിക്കട്ടെ എന്ന് കരുതിയാ അന്ന് ഗൾഫിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ അളിയനെ കൂടെ കൂട്ടിയത്. നിങ്ങൾക്ക് കണ്ണായ സ്ഥലത്ത് വസ്തു വാങ്ങി സകലവിധ സൗഭാഗ്യങ്ങളോട് കൂടി വീട് വെച്ച് തന്നു, കാറ് വാങ്ങി തന്നു, ചെക്കനെ പഠിപ്പിച്ചു. ഇനിയും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാം. ഥൂ, ആർക്ക് വേണം നിൻ്റെ പിച്ച? ഇത്രയും കാലം ഭൂതം നിധി കാക്കും പോലെ നിൻ്റെ രഹസ്യങ്ങൾക്കും സ്വത്തിനും ഞാൻ കാവലിടുന്നത് ചിലതൊക്കെ കണക്ക് കൂട്ടിയിട്ട് തന്നെയാ. എന്നിട്ട് എന്നെയും എൻ്റെ മോനെയും ചതിക്കാൻ ഞാൻ എന്നെ അനുവദിക്കില്ല. ആ പിഴച്ചവളെ ആരോ കെട്ടിക്കോട്ടെ, പക്ഷേ എനിക്ക് നിൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു വീതം വേണം. പിന്നെ തൻ്റെ അമ്മായി അച്ഛനെയും ഇളയ മോളെയും കെട്ടിയോനെയും കൊന്നു കളഞ്ഞ പോലെ എന്നെ തീർക്കാമെന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ ഓർക്കണം, അളിയൻ കാലനാണെ ആ അളിയന് കഞ്ഞി വെച്ചവനാ ഞാൻ. ഈ പറഞ്ഞതൊക്കെ അങ്ങ് അമേരിക്കയിലിരുന്ന് രാകേഷ് കേൾക്കുന്നുണ്ട്. അവൻ നിങ്ങൾക്കെതിരെ പോലീസിന് തെളിവ് നൽകും. അളിയൻ ആലോചിച്ച് മറുപടി നൽകിയാൽ മതി. എന്നാൽ പോട്ടെ അളിയാ. സ്വബോധം വീണ്ടെടുത്ത സുധാകരൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. കല വീട്ടിലില്ല. അയാൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പാളി നോക്കി. ഇയർഫോൺ ചെവിയിലില്ലാത്തത് കണ്ട സുധാകരൻ അവരെ നോക്കി ചിരിച്ചു. ആ ചിരിക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രക്തം പുരണ്ട ദംഷ്ട്രകൾ കണ്ടവർക്ക് ഭയം തോന്നി. ഇതേ സമയം നന്ദു തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ഇരുവരുടെയും വീഡിയോ ഹരിക്ക് അയച്ചിരുന്നു. ഇതൊന്നും അറിയാതെ സുധാകരൻ തൻ്റെ അളിയനെ വരുതിയിലാക്കാനുള്ള മാർഗം ആലോചിക്കുമായിരുന്നു. അന്ന് ഓഫീസിൽ നിന്ന് ഹരി വന്നപ്പോൾ ഹീരയും ഉണ്ണിയും തിരികെ പോയിരുന്നു. വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ഹരി വയലിലേക്ക് പോയി. മാധവി ചേച്ചിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു വയലിൽ. അവർ രണ്ടാളും കൂടെ പാകമായ വെള്ളരിയും പടവലവും പാവലും കോവലും പയറും ചീരയും ഒക്കെ പറിച്ചെടുത്തു. നന്ദുവും അവരെ സഹായിക്കാനായി വന്നു. എന്നാലും എൻ്റെ നന്ദു, ഹരിമോൻ എന്ത് കുറവുണ്ടായിട്ടാ ആ പെണ്ണ് മനോജിൻ്റെ കൂടെ പോയത്? ഹരിമോന് വേറെ നല്ല സുന്ദരി പെണ്ണിനെ കിട്ടും, മാധവി പറഞ്ഞു. മാധവിയമ്മേ, എവിടെയും എനിക്ക് പറ്റിയ നല്ല പെണ്ണുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നേ, ഹരി ഒളികണ്ണാൽ നന്ദുവിനെ നോക്കി പറഞ്ഞു. നന്ദുക്കുഞ്ഞിനത്ര സൗന്ദര്യം പോരെ? മാധവിയുടെ ഭർത്താവ് ഹരിയോട് ചോദിച്ചു. ഇവൾക്കതിനത്ര സൗന്ദര്യമൊന്നുമില്ലല്ലോ, ചുമ്മാ പാടത്ത് വെച്ച കോലം പോലെ. ഹരിയേട്ടോ, പെൺപിള്ളേർക്കും കാണും സങ്കല്പങ്ങളൊക്കെ. ഇതുപോലത്തെ പൊട്ടന്മാരെ പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെടില്ലെന്നേ. ഒരു പൗരുഷമില്ല. ഈ പൃഥ്വി ടൊവിനോ മോഡൽ ആണുങ്ങളെയാ പെൺപിള്ളേർക്ക് ഇഷ്ടം. ഇതൊരുമാതിരി രണ്ടും കെട്ട പരുവം. അവളും വിട്ടുകൊടുത്തില്ല. പിന്നെ ഹരി ഒന്നും പറഞ്ഞില്ല. നന്ദുവിൻ്റെ കൂടെ പഠിച്ച രേണുവിൻ്റെ വിവാഹ പാർട്ടിയായിരുന്നു. അന്ന വന്ന് നന്ദുവിനെയും കൂട്ടിപ്പോയി. ഹരിയുടെ ഫ്രണ്ടിൻ്റെ അനുജത്തിയായിരുന്നു രേണു. അവനും പാർട്ടിക്ക് പോയി. ഹരിയുടെ കൂടെ പഠിച്ച പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു ഒത്തുചേരലായിരുന്നതിനാൽ എല്ലാവരും പിരിഞ്ഞപ്പോൾ ഒരുപാട് വൈകി. നന്ദുവും അന്നയും നേരത്തെ തിരികെ പോന്നു. ഹരി തിരികെ എത്തിയപ്പോൾ ഒരുപാട് വൈകി. അമ്മ ഇത്രയും നേരം കാത്തിരുന്നു. പാവത്തിന് വയ്യ. ഓരോന്നറിഞ്ഞ് ഭയവും ഉണ്ട്. എന്തിനാ ഇങ്ങനെ തീറ്റിരിക്കുന്നത്? നേരത്തെ വന്നൂടെ? നന്ദു ഹരിയോട് ദേഷ്യപ്പെട്ടു. അവൻ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. ഇന്ന് അവൾ അയച്ച വീഡിയോ കണ്ടിട്ടും അവനൊന്നും പറയാത്തതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾ അവൻ്റെ പിന്നാലെ പോയി. അപ്പോഴേക്കും ഹരി വാഷ്റൂമിൽ കയറിയിരുന്നു. ഡ്രസ് ചേഞ്ച് ചെയ്ത് കാവ്യ മുണ്ടുമുടുത്ത് പുറത്തിറങ്ങിയ ഹരി കാണുന്നത് എന്തോ അഗാധമായി ചിന്തിച്ചിരിക്കുന്ന നന്ദുവിനെയാണ്. ധാവണിയാണ് വേഷം. പാർട്ടിക്ക് പോയിട്ട് വന്നിട്ട് വസ്ത്രം മാറിയിട്ടില്ല. ചുവന്ന വട്ടപ്പൊട്ടും ചന്ദനവും മുല്ലപ്പൂവും അവളുടെ മാറ്റ് കൂട്ടുന്നു. ഹരി ഗൗരവത്തോടെ ചോദിച്ചു, നീ എന്താ ഇവിടെ? അല്ല, ഞാൻ അയച്ച വീഡിയോ കണ്ടില്ലായിരുന്നോ? ഹരി, പിന്നെന്താ ഒന്നും പറയാത്തെ? നമുക്കത് തെളിവാക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ? നന്ദു ആരാഞ്ഞു. ഓ, ഞാനെന്ത് പറയാനാ, ഞാൻ വെറും പൊട്ടൻ, പൗരുഷമില്ലാത്തവൻ, രണ്ടും കെട്ട പരുവം. ഹരി നന്ദുവിനെ നോക്കി പുച്ഛം വാരി വിതറി.
നന്ദുവിന് ദേഷ്യം വന്നു. ആ സത്യം നമ്മൾ അറിഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഉറക്കെ പറയുന്നേ? അവളും വിട്ടുകൊടുത്തില്ല. ഞാൻ പൊട്ടനാണോ? ആണോന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. ഇനി പറ, ഞാൻ പൊട്ടനാണോന്ന്? അതെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. അവന് അവളുടെ ധാവണി തുമ്പിൽ പിടികിട്ടി. ഹരി അത് പിടിച്ചു വലിച്ചതും അവൾ പുറകിലോട്ടാഞ്ഞ് അവൻ്റെ നെഞ്ചിലിടിച്ച് രണ്ടാളും ബെഡിലേക്ക് വീണു. അവൾ കുതറി മാറാതിരിക്കാനായി ഹരി അവളെ കൂടുതൽ മുറുക്കി പിടിച്ചു. അവൻ്റെ കരതലം അവളുടെ വയറിന്മേൽ അമർന്നു. അവൾ കൂടുതൽ ബലം പ്രയോഗിച്ച് എണീറ്റ് മാറാൻ ശ്രമിക്കവേ അവൻ അവളെയും കൊണ്ടൊന്ന് ഉരുണ്ടു. അവൾ അവൻ അടിയിലായി കിടന്നു. ഹരി വീണ്ടും അതേ ചോദ്യം കൂടുതൽ ആദരമായി ചോദിച്ചു. ഞാൻ പൊട്ടനാണോ? നന്ദു അതെ എന്ന് പറഞ്ഞ് വീണ്ടും ചിരിച്ചു. അവൻ അവളുടെ നഗ്നമായ തോളിൽ ചെറുതായൊന്ന് പല്ലമർത്തി. അവൾ എരിവ് വലിച്ചു വിട്ടു. പറ നന്ദു, ഞാൻ പൊട്ടനാണോ? ഹരി വീണ്ടും ചോദിച്ചു. ഇത്തവണ അവൾ അവനെ തള്ളി വശത്തേക്ക് മാറ്റി. എന്നിട്ട് അവൻ്റെ കണ്ണുകളിൽ നോക്കി മറുപടി ആവർത്തിച്ചു. ഹരി നന്ദുവിനോട് ചേർന്ന് കിടന്നു. എന്നിട്ട് അവളുടെ കഴുത്തിടുക്കിൽ ചുംബിച്ചു. അവളുടെ ഉടൽ വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. അവൻ്റെ കരങ്ങൾ അവളിൽ പ്രണയചിത്രം വരയ്ക്കാൻ തുടങ്ങിയതും അവനെ തട്ടി മാറ്റി അവൾ അകന്നു മാറി നിന്ന് കിതച്ചു. തുടരും. അയ്യട മക്കളെ, വായിച്ച് വായിച്ച് എങ്ങോട്ടാ പോണേ? എനിക്കും എൻ്റെ നന്ദുവിനും നാൺ വന്നു. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയും മതി. ഞങ്ങൾ പോണേ. ഷോ, എനിക്ക് വയ്യ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വായിക്കണം കേട്ടോ. പിന്നെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം. താങ്ക് യു.